ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ സീരിയലിലൊക്കെ വളരെയേറെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അഞ്ജലി ജോസഫ്. താങ്ക് യു. അഞ്ജലി ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴവിൽ മനോരമയിലെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയലാണല്ലേ. എന്താണ് സീരിയലിന്റെ വിശേഷങ്ങൾ? സീരിയലിന്റെ വിശേഷങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സീരിയൽ നമ്മൾ ചാനലിൽ നമ്പർ 1 ആയിട്ടാണ് പോകുന്നത് റേറ്റിംഗിൽ. തുടങ്ങി എനിക്ക് ആദ്യം തുടങ്ങി നമ്മൾ തന്നെയാണ് ചാനലിൽ. സീരിയലിൽ ഏത് കഥാപാത്രമായിട്ടാണ് സീരിയൽ നെയിം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സൂപ്പർ കൺമണി എന്നാണ് നമ്മുടെ സീരിയലിന്റെ പേര്. എന്റെ ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലത്തി ക്യാരക്ടറാണ്. നമ്മുടെ നായകനെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന. സ്വന്തമാക്കാൻ പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. നായകൻ അടുക്കുന്നില്ല. പറ്റുമായിരിക്കോ അറിയില്ല, നോക്കാം. സീരിയലിന്റെ ഒരു കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഏജിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സീരിയൽ കണ്ട ശേഷം അങ്ങനെയുള്ള ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജസ് വരാറുണ്ട്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ വന്നിട്ട് മനസ്സില്ലേ, എന്റെ ക്യാരക്ടറിന്റെ പേര് മനസ്സാന്നാണ്. അപ്പൊ മനസ്സില്ലേ കാണാറുണ്ട്. ചിലർ വന്നിട്ട് പറയും എനിക്കിഷ്ടമല്ല. ഒരു ആന്റി തന്നെ ഞാൻ കല്യാണത്തിന് പറയും മനസ്സില്ലേ മോളെ ഇനി നമ്മൾ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡാണല്ലോ. അപ്പൊ എനിക്കിഷ്ടമല്ല. അങ്ങനെ കാണുമ്പോൾ സന്തോഷമാണോ ശരിക്കും തോന്നാറില്ല, വിഷമാണോ തോന്നാറുള്ളത്? അല്ല, എനിക്ക് സന്തോഷം. കാരണം നമ്മൾ പെർഫോം ചെയ്തത് വർക്ക് ആവുന്നോണ്ടാണല്ലോ അവർക്ക് ആ ഒരു ഇത് തോന്നുന്നത്. പണ്ടത്തെ ഞാൻ കേട്ടിട്ടുണ്ട് സീരിയലൊക്കെ ചെയ്തിട്ട് അടിയിട്ട് കഥ പണ്ട് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഇതൊന്നുമില്ല. കാരണം ഇപ്പോ ഒരു ആദ്യം നെഗറ്റീവായിട്ട് വന്നത് പിന്നെ ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും തിരിച്ച്. ജീവിതത്തിൽ അഞ്ജലി ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? അത് അല്ലെങ്കിൽ സൈലന്റ് അല്ല. ഞാൻ എന്റെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ വളരെ അങ്ങനെ സൈലന്റ് ഒന്നല്ല. ഈ സീരിയലിലെ കഥാപാത്രമായിട്ട് എന്തെങ്കിലും സാമ്യതയുണ്ടോ? സാമ്യത ഉണ്ടോ? അയ്യോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ സീരിയലിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് അതൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലി ആക്ച്വലി നല്ല സപ്പോർട്ടീവാണ്. അങ്ങനെ എന്നോട് ചെയ്യണ്ട, അങ്ങനെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നിട്ടില്ല. ഇപ്പം എൻ്റെ ഫാമിലി അങ്ങനെ ഈ ഫീൽഡുമായിട്ടൊരു ബന്ധമുള്ള അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ ഒരു ഫാമിലിയാണ്. എൻ്റെ ഇതായിട്ടുള്ള ഒരു ഇതിലേക്കാണ് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. അപ്പോൾ അവരതിൽ തന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല ചെയ്യാനോ, അല്ലെങ്കിൽ കാരണം അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെയൊന്നും. അതൊക്കെ എൻ്റെ ഒരു വഴി തന്നെയായിരുന്നു. പക്ഷെ നോ പറഞ്ഞ് നമ്മുടെ അതിപ്പോ ഒരു പ്രിവിലേജ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എല്ലാവർക്കും ഒന്നും ആ ഒരു ഇഷ്ടമുള്ള സാധനം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷെ എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വേണ്ട, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സീരിയലിലേക്ക് എത്തിപ്പെട്ടാണ്, സീരിയലും സിനിമയിലേക്കൊക്കെ. യെസ്, എനിക്ക് ചെറുപ്പം മുതലേ സത്യം പറഞ്ഞ ഈ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഇല്ലേ, ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് കുഞ്ഞിലേ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞു. വാഷ്റൂമിലൊക്കെ ഇന്റർവ്യൂ സ്വയം ചെയ്യുന്ന ആളായിരിക്കും. വാഷ്റൂമിലല്ല, വാഷ്റൂമിൽ ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടാവും. എപ്പോഴൊക്കെ അങ്ങനെ ഞാൻ ഓർക്കത്തില്ല. പക്ഷെ ഞാൻ ഇമാജിനറി ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എൻട്രി? എങ്ങനെയായിരുന്നു സീരിയലിലോട്ടുള്ള എൻട്രി? എങ്ങനെയായിരുന്നു സീരിയലോട്ട്? ആക്ച്വലി എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിയാണ്, ഫോട്ടോഗ്രാഫർ ചേച്ചിയായിരുന്നു. പുള്ളിക്കാരി വഴി എനിക്ക് പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ടില് അങ്ങനെ വന്നതായിരുന്നു. അപ്പൊ മുന്നേ ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അഞ്ജലി? ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അത് കണ്ടിട്ട് അവർക്ക് ഓക്കെ ആയിരുന്നു ക്യാരക്ടറിന്. അങ്ങനെ എടുത്തത്. ഇപ്പൊ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത്യാവശ്യം. അന്ന് ഞാൻ ഡ്രാമയൊക്കെ ചെയ്യായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രാമയൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ആ ഒരു ക്യാരക്ടറിന്റെ പേരൊക്കെ വിട്ടിട്ടാണ്. പിന്നെ ആനുവൽ ഡേക്ക് എന്തുവാണ് ഡ്രാമ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, ഞാനന്ന് 10th നിങ്ങൾ. അപ്പൊ ആ സമയത്ത് പിള്ളേരെ വന്നിട്ട് ക്യാരക്ടർ നെയിമൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ. ഇപ്പൊ ഫിലിമിലോട്ട് വരുന്ന സമയത്ത് ഗൾഫ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അവിടെ എത്തിപ്പെട്ടതൊക്കെ? അത് ആക്ച്വലി ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രാജി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി വഴി ഞാൻ ഓഡീഷന് പോയിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത. അപ്പൊ അതിന് ഓഡീഷൻ ത്രൂ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്? സീരിയലും ഓഡീഷൻ ത്രൂ തന്നെയായിരുന്നു? സീരിയലിന് എനിക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ എന്റെ ചെയ്ത വർക്ക് കണ്ടിട്ട് ഡയറക്ടർക്ക് ഓക്കെ അങ്ങനെ എടുത്തായിരുന്നു. ഓക്കെ, ഇപ്പം സീരിയലിൽ വെച്ചാൽ കുറെ മാസങ്ങളായില്ലേ സീരിയൽ ഷൂട്ട് തുടങ്ങിയിട്ട്? കുറെ കാലങ്ങളായില്ലേ? ഐ തിങ്ക് ഒരു ജൂലൈ ഓഗസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയാണ് ഷൂട്ടിന്റെ എക്സ്പീരിയൻസ്? എനിക്ക് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സീരിയലിന്റെ ഷൂട്ട് എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ടൊക്കെ ആണെങ്കിലും നല്ല ചിൽ വൈബായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മളെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ശരിക്കും. ഭയങ്കര രസമാണ് അവിടെ. നമ്മൾ സമയം പോണത് നമ്മൾ അറിയില്ല. ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഷൂട്ട് സെറ്റ് നമുക്ക് മിസ് ചെയ്യും. അത്രയും രസമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കുന്ന കാലത്ത് നമുക്ക് കോളേജിലൊക്കെ പോകുന്ന ഒരു ഫീൽ തന്നെ ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും. ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുന്നത് ആ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാവും. യെസ്. കാരണം നമ്മള് കുറെ പിള്ളേര്
സെറ്റ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് കുറെ പേരുണ്ട്. യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പോലും എല്ലാവരും ആ ഒരു സെയിം വേവ് ലെങ്ത്തിൽ പോകും. പിന്നെ നമ്മൾ പിള്ളേരും കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ ഒരു രസമാണത്. ഈ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? താങ്ക് ഗോഡ് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ട ഏതെങ്കിലും അറിവോ ഫ്രണ്ട്സ് സർക്കിളിൽ? അങ്ങനെ ഫ്രണ്ട്സ് സർക്കിളില് ഇല്ല. അങ്ങനെ ഡയറക്റ്റ് ഞാൻ അങ്ങനെ എനിക്ക് എന്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അഞ്ജലിന്റെ ഒരു കറന്റിലുള്ള ഈ ഒരു സിറ്റുവേഷനിൽ അഞ്ജലി ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു സെറ്റിലും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും മൂവീസ് സീരിയലോ മൂവീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? മൂവി ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റിലീസ് ആയിട്ടില്ല. കുറച്ചായി. അത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഫിലിം സീരിയലിലോട്ട് വരുന്ന സമയത്ത് ഒരു ഗോഡ് ഫാദർ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഗോഡ് ഫാദർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സ്വന്തം എന്റെ എഫേർട്ട് കൊണ്ട് മാത്രമേ. അതെ, അങ്ങനെ പറയാം. പിന്നെ നമുക്കൊരു ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ വരുന്ന ഒരു കോണ്ടാക്ട്സ് ആയിരിക്കും. അല്ലാതെ ഗോഡ് ഫാദർ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കാർത്തിക് ശങ്കറിന്റെ കൂടെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് അതായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു ഫിലിമിൽ അതല്ലെങ്കിൽ ഒരു സീരിയലിൽ അതും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിലോട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ അതിന്? ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാ ത്രൂ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നമുക്കിപ്പം റീച്ചബിൾ ആണല്ലോ കുറച്ചും കൂടി. നമുക്ക് സോഷ്യൽ മീഡിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു അത് വെൽക്കമിങ് ആണ്. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടാൽ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ സീരിയലിലോട്ടുള്ള എൻട്രിയും ഇതുപോലെ തന്നെയാണോ? അല്ല, സീരിയലിൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതല്ലായിരുന്നു, എനിക്ക് ഇങ്ങോട്ടായിട്ട് വന്നത്. സീരിയലിൽ നോർമലി ഇപ്പം അഞ്ജലിക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, മേ ബി അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെയുള്ള എൻട്രി എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ ചോദിച്ചാ അപ്രോച്ച് ചെയ്ത് എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെ അത് കോണ്ടാക്ട്സ്. ഇപ്പൊ നമ്മള് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ നമ്മൾ ഓരോരുത്തരും അവിടെ പരിചയപ്പെടുമല്ലോ. അപ്പൊ അവര് ഈ സെറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവര് വേറെയും പല സെറ്റുകളിൽ നാളെ ചെല്ലും. നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ടാവുമല്ലോ. സീരിയൽ സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 100 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എന്നെ സീരിയലിലേക്ക് റെഫർ ചെയ്യുന്ന ചേച്ചി അനുജ എന്ന് പറയുന്ന ചേച്ചിയാണ് പുള്ളിക്കാരത്തി. ഞാൻ കാർത്തിക് ശങ്കറിന്റെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ചേച്ചിയായിരുന്നു ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചേച്ചിക്ക് ആരെങ്കിലും വന്നിട്ട് റിക്വയർമെന്റ് ചോദിക്കുമ്പോൾ നമ്മുടെ ഇത് റെഫറൻസ് കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സാധനങ്ങൾ. കാർത്തിക്കിന്റെ കൂടെ ആണ് ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. എനിക്ക് ഖൽബിലേക്ക് എൻട്രി വരുന്നത് സെക്കൻഡ് ഷോർട്ട് ഫിലിമിൽ ഞാൻ പൊന്മുട്ട എന്ന് പറയുന്ന പേജിലേക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു ചെയ്തിട്ടുള്ളത്. അവിടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയായിരുന്നു രാജി എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തെയാണ് ഇങ്ങനെ ഒരു ഇതുണ്ട്, റിക്വയർമെന്റ് ഉണ്ട്, നീ ഓഡീഷന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കത് പോയി ഞാൻ ഓഡീഷന് പോയിട്ട് കിട്ടിയത്. ഓക്കെ, ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് വന്ന സമയത്ത്? അവർ പ്രൗഡ് ആയിരിക്കില്ല? ഉറപ്പായിട്ടും പ്രൗഡ് ആയിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ എല്ലാവരും വന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാണെന്നാണ് എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഞാനിപ്പം എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ജഡ്ജ് ചെയ്തൊന്നും അങ്ങനെ പറയാൻ അവർക്ക് അത്ര ഇതില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഇത്ര വർക്കൗട്ട് ചെയ്തൊരു സീനുണ്ട്, അപ്പൊ അത് ഇന്ന ദിവസം വരുന്നുണ്ട് കാണുന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഇത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ നന്നായിട്ട് എനിക്ക് ജഡ്ജ് ചെയ്ത് പറയാറുണ്ട്. ഫാമിലി സീരിയൽ കാണാറുണ്ട് എന്നല്ലാതെ അവരങ്ങനെ അതിനെ പറ്റിയിട്ട് ജനറൽ ഒരു ഒപ്പീനിയൻ പറയും. ഓക്കെ, ഈ സീരിയലിലും സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. രണ്ട് ഫീൽഡും ഡിഫറെന്റ് ആയിരിക്കും. ഷൂട്ടാണെങ്കിലും രണ്ട് ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഇതിൽ അഞ്ജലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സീരിയലാണോ സിനിമയാണോ? രണ്ട് ടൈപ്പാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാം. സിനിമ കുറച്ചിട്ട് വലിയൊരു ക്യാൻവാസ് ആയിരിക്കും, സീരിയല് അത്രയും ഇതല്ല, അത്രയും ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ റെക്കഗ്നേഷൻ കൂടുതലും സീരിയലിലോ ആണെന്നൊരു തോന്നലുണ്ടോ? റെക്കഗ്നേഷൻ കുറച്ചും കൂടെയും സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് സീരിയൽ എത്തും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും ടി-വിയിൽ നമ്മൾ വന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സിനിമ നമ്മള് ചിലപ്പോ ചിലപ്പോ ഞാൻ കൽബ് ചെയ്തത് ചിലപ്പോ എല്ലാവർക്കും അത് ഇത് ചെയ്യണം എന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി ഓരോ സിനിമയിൽ വന്നാണ് എന്നെ ഫേസിൽ അറിയുള്ളൂ. ഇത് ഞാൻ എല്ലാ ദിവസവും അവരുടെ സ്വീകരണ മുറിയിൽ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആ സീരിയൽ കണ്ടിന്യൂസ് കാണുന്നവര് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെയുള്ള ഫിലിമിലുള്ള ആൾക്കാർ പറയാറുണ്ട് സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സിനിമയിലോട്ട് എത്താൻ കുറച്ച് കഷ്ടപ്പാടാണെന്നുള്ളൊരു ഒരു ടോക്ക് നോർമലി ഉണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തിന് അഞ്ജലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്.
അതിൽ എത്രത്തോളം ഇതുണ്ട്. ഇപ്പൊ സ്വാസികൊക്കെ സീരിയലിൽ വന്നിട്ടാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. പണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ദൂരദർശന്റെ ഒക്കെ സീരിയലിൽ വന്നവരാണ് പിന്നീട് സിനിമാ താരങ്ങൾ. ബിജു മേനോനൊക്കെ അങ്ങനെയല്ലേ. ഈവൻ നമ്മുടെ സർക്കെ വരെ ഫൗജി സീരിയലിൽ വന്നതാണല്ലോ. അതൊരു കാലഘട്ടത്തിന് മുന്നേ ആയിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് സീരിയൽ അഭിനയിക്കുന്ന ആൾക്കാർ സിനിമയിലോട്ട് വരുന്നത് വളരെ കുറവാണ്. എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സീരിയലിൽ അഭിനയിക്കുമ്പോൾ അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. കാരണം നമ്മൾ ഡെയിലി ചെയ്യും അത്. ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു 1 to 15 days നമ്മൾ എല്ലാം മിക്ക സീരിയലും അങ്ങനെയാണ്. ഒരു 15 days ആണ് നോർമലി ഷെഡ്യൂൾ പോകുന്നത്. അപ്പോൾ ഇത്രയും ഡേയ്സിൽ നമ്മൾ ആ കണ്ടിന്യൂസ് പ്രോസസ്സാണത്. അപ്പൊ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒത്തിരി റൂമുണ്ട്. നമ്മളത് ടി വിയിൽ കാണുന്നു, അത് നമ്മളത് വാച്ച് ചെയ്തതിന് നമുക്ക് കറക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് വർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് അതിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മേ ബി പിന്നെ സീരിയലിന്റെയും അത് ഓരോ ഇതനുസരിച്ചിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരുടെയും പെർഫോമിങ് രീതിയും ഒക്കെ അനുസരിച്ചിട്ട് ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സിനിമയിലാണെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ സീരിയലിൽ എത്തുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് അഭിനയിക്കണം എന്ന് പറയാറുണ്ട്. അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ കാര്യം ഞാൻ പറയുന്നത്, ഞാനിപ്പോ എനിക്കൊരു സീരിയലിന്റെ എക്സ്ട്രാ അഭിനയം കൂടുതൽ സീരിയലിന് വേണമെന്നുണ്ടോ? ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഡയറക്ടറൊക്കെ ആണെങ്കിലും സിനിമാറ്റിക് സാധനത്തിലേക്ക് തന്നെ കൊണ്ടുപോവാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു സീരിയൽ പാറ്റേണിനേക്കാളും ആ ഒരു നോർമലൈസ് എന്താ പറയാ അങ്ങനത്തെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ കൂടുതലും ബിഹേവ് ചെയ്യാറ് അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ അങ്ങനെ ഞാൻ കൂടുതലും ചെയ്യാറില്ല. നോർമലി നമുക്ക് ഡയലോഗ് തരുമ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന പോലെ അപ്പം മുഖത്ത് എന്താണോ വരുന്നത് അങ്ങനെയാണ് ഞാൻ അഭിനയിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ സിനിമയിലും സീരിയലിലും നോക്കുന്ന സമയത്ത് സിനിമയിൽ കൂടുതലും സീരിയലിൽ കൂടുതലും ഓവർ ഡ്രസ്സപ്പ് ചെയ്ത് ഓവർ മേക്കപ്പ് ചെയ്ത് ഓവർ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്, അത് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിപ്പോ എന്താ പറയാ, ഇവിടെ അഞ്ജലിന്റെ ഫിലിമിലും സീരിയലിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടാവുമായിരിക്കില്ലേ? ഡ്രസ്സപ്പ് ചെയ്യുന്നത് മേ ബി എനിക്ക് തോന്നുന്നു അതൊരു കുറച്ച് നാളായിട്ടുള്ള ഒരു മാറ്റാണല്ലേ. അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഞാനിത് പലപ്പോഴും ഒരു സീരിയൽ ആക്ട്രസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കണം എന്നായിരുന്നു. അഞ്ജലിക്ക് ഡൗട്ട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടറോട്? ഇല്ല, നമുക്ക് ആക്ച്വലി എനിക്കറിയില്ല, അത് മേ ബി ആ ഒരു ലൗഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഓവർ ഡ്രസ് ചെയ്യുന്നത് കുറവാണ്. ഞാൻ എന്റെ സീരിയലിന്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ ഓവർ ഡ്രസ് ചെയ്ത പോവാറില്ല. എന്റേത് നമ്മള് എന്റെ പോലത്തെ തന്നെ ഡ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ നോർമലി എന്താണോ വെയർ ചെയ്യുക അത് തന്നെയാണ് ഞാൻ അതിലിടുന്നത്. ഇപ്പം കിടന്നുറങ്ങുന്ന ഇതൊക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിലിടുന്ന പോലത്തെ ടീഷർട്ട് കാഷ്വൽസ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓവർ ഡ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അധികം ഇല്ല. ഒരു കാലത്ത് ഞാനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കുറച്ച് സീരിയൽ ഉണ്ടായിരുന്നു. നമുക്ക് അവർക്കൊരു വിഷമം ഉണ്ടല്ലോ. അപ്പം ആ സീരിയലിന്റെ ചെറിയ ചെറിയ റീൽസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ ഇതൊക്കെയാണല്ലോ പണ്ട് കണ്ടിരുന്നത്. അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിരുന്നോ? അങ്ങനെ ഞാൻ റീവാച്ച് ചെയ്യാറില്ല. റീവാച്ച് മീൻസ് ചെറിയ ചെറിയ റീൽസ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വരാറുണ്ടല്ലോ. നമ്മള് സിനിമ ആണെങ്കിലും ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അത് ഇവിടെ കൊണ്ട് ഇപ്പൊ പ്ലേസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ആവണമെന്നില്ല. കാരണം നമ്മള് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മാറ്റം എപ്പോഴും അനിവാര്യമാണല്ലോ. അപ്പൊ നമുക്കത് റിലേറ്റബിൾ അന്നായിരുന്നു. അന്ന് നമ്മളും അങ്ങനെയായിരുന്നു. നമ്മളും ഓക്കെ ആയിരുന്നു. ഇത് നമ്മൾ ഓക്കെ അല്ല, നമ്മൾ മാറി. അന്ന് ഷൂട്ട് ചെയ്ത് എടുത്തു വെച്ച സാധനം മാറുന്നില്ലല്ലോ. അതായത് ഒരു അതുണ്ടാവും എപ്പോഴും. മേ ബി ചിലപ്പോൾ ഇപ്പോൾ പല സിനിമകളും സീരിയലും കുറെ വർഷം കഴിയുമ്പോൾ അവർക്ക് ഇത് ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. സിനിമ സീരിയൽ മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഇന്നാലേക്ക് നമുക്ക് ക്രിഞ്ച് അടിക്കാറില്ലേ? ഉറപ്പായിട്ടും സെയിം സാധനം തന്നെയാണ്. ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾക്ക് ഇത് റീവാച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീവാച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. മേ ബി ഇതേപോലെ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനമാണെങ്കിൽ മാത്രം ഉണ്ടാവും. ഇനി ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അഞ്ജലി ഒരു ട്രോളിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. മേ ബി അല്ലേ? വേണ്ട, ട്രോൾ. ഓക്കെ.